കുഞ്ഞിന്റെ അച്ഛനെന്ന് അവകാശപ്പെടുന്ന ഈ നായിന്റെ മോന്റെ ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത്. അതും ഒരു വർഷമായിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ തള്ളയ്ക്ക് അറിയാമായിരുന്നു അത്രേ. ഈ തന്തയ്ക്കും അത് അറിയാമായിരുന്നില്ലേ? എന്നിട്ട് കുഞ്ഞിന്റെ ശവസംസ്കാരത്തിന് മുൻപ് അവന്റെ അഭിനയം, ഒരു കരച്ചില്, എന്തു തന്നെയാണെങ്കിലും ആ വീട്ടിൽ ജീവിക്കുന്ന നിനക്ക് ആ കുഞ്ഞിനെ പറ്റിയോ അല്ല നിന്റെ ഭാര്യയെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് ജീവിക്കുന്നത്? ഇതിനെ പോലെ ഒരു മരവാഴ എന്തിനാണ് ആ വീട്ടിലുണ്ടായിരുന്നത്? ആ കുഞ്ഞിന് അമ്മയുടെ ഭാഗത്ത് നിന്ന് ചൂഷണം ഏൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ബന്ധുവിന്റെ ഭാഗത്ത് നിന്ന് ചൂഷണം ഏൽക്കുന്നുണ്ടെങ്കിൽ തടയിടേണ്ടത് നീയും നിന്റെ കുടുംബവുമായിരുന്നു. പക്ഷേ അവളുടെ കുടുംബം നിന്നെയും നിന്റെ കുടുംബം അവളെയും പഴിചാരുകയാണ്. ആ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ നീയൊക്കെ പറയുകയാണ് അവള് ശരിയല്ല, അവൾ ഇങ്ങനത്തെ സ്വഭാവക്കാരിയാണെന്ന്. അതേസമയം അവളുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറയുകയാണ് ഭർത്തൃ വീട്ടിൽ എന്റെ മകൾക്ക് പീഡനമാണെന്ന്. അതിനുശേഷം ഇവള് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, മകളെ കൊല്ലാനുള്ള പ്രധാന കാരണം മകളെ എല്ലാവരും സ്നേഹിക്കുന്നു, അവർ വിഷമിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടാണ്, അല്ലാതെ മകളെ മറ്റൊരു പീഡിപ്പിച്ചിട്ട് അത് മകളെ എല്ലാവരോടും പറയുന്നുള്ള പേടി കൊണ്ടൊന്നും അല്ലല്ലേ. ആ കുഞ്ഞിനെ എങ്ങനെ പുഴയിലേക്ക് എറിഞ്ഞു കൊല്ലാൻ നിനക്ക് മനസ്സ് വന്നടി? എത്ര ആളുകളുണ്ട് കേരളത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഒരു കുഞ്ഞിക്കാലം